മോർണിംഗ് പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് വക്രത ഉള്ള ഒരു സമൂഹത്തിൻ്റെ നടുക്കാണ് അല്ലേ. നമുക്കറിയാം, മനുഷ്യരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ് എല്ലാ കാര്യത്തിലും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, പിറുപിറുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അല്ലേ. എല്ലാത്തിനും കുറ്റം കണ്ടെത്തുക. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ സമൂഹത്തിലേക്ക് നോക്കിയാലും കാണുന്നത്. എന്ത് നന്മ ചെയ്താലും അതിനൊരു വാല്യൂ ഇല്ലാതെ എല്ലാത്തിലും കുറ്റം കണ്ടെത്തുക, എല്ലാത്തിലും ഒരു കുറവ് കണ്ടെത്തുക, അങ്ങനെയുള്ള വ്യക്തികളായിരിക്കുകയാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ദൈവം നമ്മോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള വ്യക്തികളാകാതിരിക്കുക. നമ്മളെ ദൈവത്തിന്റെ മക്കളാകുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെ. ഈ ലോകത്തിന്റെ പ്രകാശമാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ ദൈവത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. എല്ലാത്തിലും കംപ്ലൈന്റ് ചെയ്യാതെ, എല്ലാ കാര്യത്തിലും കുറ്റം കണ്ടെത്താതിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. മുമ്പോട്ട് പോയി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഫ്രീഡം, വചനം വായിക്കാനുള്ള ഫ്രീഡത്തിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങൾക്ക് റിവീൽ ചെയ്ത് തരുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്നു അപേക്ഷിക്കുന്നു. ഞങ്ങളോടൊന്ന് സംസാരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ്. പിതാവെ, അങ്ങേക്കായിട്ട് നന്ദി പറയുക, അങ്ങയുടെ മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട്. കർത്താവെ, താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഹിം. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് ഫിലിപ്പിയർക്ക് ലേഖനത്തിലേക്ക് പോകും. 2-ാമത്തെ ചാപ്റ്ററിന്റെ 14-15 വാക്കുകൾ വായിക്കാം. ഫിലിപ്പിന്റെ 2-14-15 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുക. അപ്പൊ നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്ന ഈ ലോകത്തെ പ്രകാശിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ ലൈറ്റ് ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ദൈവം ലൈറ്റാണ് അല്ലെ. 1-ാമത്തെ ജോണിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന, യോഹന്നാന്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ്, ദൈവം ലൈറ്റാണ്, ദൈവം സ്നേഹമാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. ദൈവത്തിന്റെ ബില്ലും അത് ഹിതം അത് തന്നെയാണ്. അപ്പൊ യേശു ഈ ലോകത്തുണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഒരു കാരണത്തിന് ഒന്നിനെ പറ്റിയും പോലും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല, പിറുപെടുത്തിട്ടില്ല. ക്രോസ് ഓഫ് കാൽവരിയിൽ പോലും ഒന്നിനെയും പറ്റിയും പിറുപെടുത്തിട്ടില്ല അല്ലെ. ക്രോസ് ഓഫ് കാൽവരിയിൽ യേശു കയറേണ്ടി വന്ന് നമ്മൾ കാണുവാണ്. എന്നിട്ടും കൂടെ ഇങ്ങനെ പറഞ്ഞത്: പിതാവേ, അവർക്ക് അറിയത്തില്ല, അവരെന്താ ചെയ്യുന്നുള്ള കാര്യം അറിയത്തില്ല. അന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാർക്കും ഒന്നും അറിയത്തില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു. അവരെന്താണ് ചെയ്യുന്നത് അല്ല. യേശുവിനെ ക്രൂശിലേറ്റുന്നത് അവര് സ്വന്തമായിട്ട് ചെയ്ത കാര്യം. പിലാത്തോസിന് യേശുവിനെ ക്രൂശിലേറ്റണമെന്ന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലെ. യേശുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നായിരുന്നു പിലാത്തോസിന്റെ ആഗ്രഹം. പക്ഷെ പരീശന്മാരും ശാസ്ത്രിമാരും അന്നത്തെ റിലീജിയസ് ആയിട്ടുള്ള ജൂതന്മാരും അങ്ങനെയായിരുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും യേശുവിനെ കൊല്ലണമെന്നായിരുന്നു. അപ്പം യേശു എന്നിട്ടും കൂടെ പറഞ്ഞു ഇങ്ങനെയാ: പിതാവേ, ഇവരെന്താ ചെയ്യുന്നത് ഇവർക്ക് അറിയത്തില്ല അല്ലെ. അതാണ് യേശുവിന്റെ മനസ്സ്. ആ ഒരു മനസ്സ് നമ്മളിലും ഉണ്ടായിരിക്കണം എന്നാണ് പിതാവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്നതുകൊണ്ട് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക: വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്. ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളാകിരിക്കുക, അനിന്യരായിരിക്കുക എന്ന് വെച്ചാൽ ആരും കുറ്റം പറയാതിരിക്കുന്ന വ്യക്തികളെ, പരമാർത്ഥ സത്യമുള്ളവരായിരിക്കുക. അതിനു വേണ്ടി എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും അല്ലെ. പിറുപിറുപ്പും വാദങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. എന്ത് ചെയ്താലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പോലെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊളോസ്യർക്ക് ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ 23-ാമത്തെ വാക്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്: എന്ത് ചെയ്താലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പോലെ ചെയ്യുക അല്ലെ. അപ്പൊ പിറുപിറുപ്പില്ലാതിരിക്കുന്നവരൊക്കെ, പിറുപിറുക്കുക എന്നുള്ളത് എന്താ വെച്ചാല് മനുഷ്യരുടെ ഒരു സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്ത് കാര്യത്തിലും കുറ്റം കണ്ടെത്തുക എന്നുള്ളത്. ചില ആൾക്കാരുണ്ടല്ലോ, എന്ത് ചെയ്താലും കുറ്റം കണ്ടെത്തും. അങ്ങനെയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നേരത്തെയൊക്കെ അമ്മായിമ്മ പോരും നാത്തൂൻ പോരും എന്താ പറയുക, വന്നു കയറുന്ന സ്ത്രീകള് അമ്മായിമ്മമാർക്കിട്ട് പണി കൊടുക്കുകയോ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കുടുംബത്തിൽ അലമ്പുണ്ടായിക്കൊണ്ടിരുന്നതിന്റെയൊക്കെ കാര്യം ഇതാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യത്തിനല്ല മറ്റേ കാര്യത്തിന് എപ്പോഴും കുടുംബത്തിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലെ. കുടുംബത്തിൽ തന്നെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ എല്ലായിടത്തും അല്ലെ. നമ്മുടെ TV ഒക്കെ വെക്കും, വാർത്തയൊക്കെ നോക്കുമ്പോ നമ്മൾ കാണുന്ന കാര്യം ഇതാ. ഒരു ചർച്ച കേൾക്കുമ്പോൾ നമ്മൾ ഇത് തന്നെ കാണണം. അവൻ ഇത് ചെയ്ത്, ഇവൻ
ഇന്നത് ചെയ്ത് മറ്റേത് ചെയ്ത് മറിച്ച് കഴിഞ്ഞു പിറുപിറുക്കുന്ന ഒരു സ്വഭാവമുള്ള ജനത, അതാണ് മനുഷ്യവർഗം അല്ലെ. അപ്പൊ ഒരു വാദവും കൂടാതെ പെറുപെറുപ്പും കൂടാതെ ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ വാദം കൂടാതെ ചെയ്യുമെന്ന് പറയുമ്പോൾ ദൈവം ഒരിക്കൽ പോലും നമ്മളോട് പറയുന്നില്ല നമ്മളുടെ മുമ്പിൽ നടക്കുന്ന മോശപ്പെട്ട കാര്യത്തെ ഒരിക്കൽ പോലും പെറുപെറുക്കാതെ നമ്മൾ അതിനെ അങ്ങോട്ട് എന്താ പറയുന്നത് സമ്മതിക്കണം എന്ന് പറയുന്നില്ല. കുറ്റകൃത്യങ്ങൾ നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ അതിന് നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കണം എന്ന് ഒരിക്കൽ പോലും ദൈവം പറയുന്നില്ല അല്ലെ. അപ്പൊ സംസാരിക്കേണ്ട കാര്യത്തിൽ നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യണം, വഴക്കിടേണ്ട കാര്യത്തിൽ വഴക്കിടുക തന്നെ ചെയ്യണം അല്ലെ. അനീതിക്കെതിരായിട്ട് നമ്മൾ പൊരുതുക തന്നെ ചെയ്യണം, അതിന് എതിരായിട്ടുള്ള ദൈവം പറയുന്നത്. പക്ഷെ എല്ലാ കാര്യത്തിനും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള മനസ്സുള്ളവരായിരിക്കരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ ദൈവം എന്തിനാ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇത് നമുക്ക് തന്നെയാണ് കേട്. നമ്മൾ എല്ലാ കാര്യത്തിലും പിറുപിറുക്കുമ്പോൾ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കും, നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കും, നമ്മളെപ്പോഴും നമുക്ക് സെൽഫ് റൈച്ചസ്നെസ് എന്നൊരു തോന്നലുണ്ടാവും, ഒന്നൊരു ഒരു 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 ഫീലിംഗ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെൽഫ് റൈച്ചസ് ആണ്, ഞാൻ മറ്റുള്ളവരെക്കാളും ബെറ്റർ ആണ് അല്ലെ എന്നുള്ള തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാകും. നമ്മൾ മറ്റുള്ളവരെക്കാളും ബെറ്റർ ആണെന്നുള്ള തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാകും, നമ്മുടെ മനസ്സിലേക്ക് കാപട്യം വരും അല്ലെ. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് അധികം ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യുന്ന വ്യക്തികളാകാതിരിക്കുക, എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കണ്ടെത്താൻ ശ്രമിക്കുക, ദൈവത്തിന്റെ മക്കളെ സ്നേഹിക്കാൻ നമ്മൾ ശ്രമിക്കുക അല്ലെ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ മക്കളെ സ്നേഹിക്കുക. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ കമാൻഡ്മെന്റ് നമുക്ക് തരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താന്ന് വെച്ചാൽ ഞാൻ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ അല്ലെ നമ്മള് നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മുടെ ആത്മാവ് കൊണ്ടും നമ്മുടെ ബലം കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും സ്നേഹിക്കുക, നമ്മുടെ നെയ്ബേഴ്സിനെ നമ്മൾ സ്നേഹിക്കുക അല്ലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നെയ്ബേഴ്സ് നമ്മുടെ അയലൊക്കെ താമസിക്കുന്നവരെ സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കൂട്ടുവിശ്വാസികളെ അങ്ങനെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പൊ യേശുക്രിസ്തു പറഞ്ഞിരിക്കും ഞാനൊരു പുതിയ കമാൻഡ്മെന്റ് തരുക. ഈ ഓൾഡ് കമാൻഡ്മെന്റ് ഓൾറെഡി ഉണ്ട്, അതിന്റെ പുറകെ നമ്മളോട് ഒരു പുതിയ കമാൻഡ്മെന്റിനെ പറ്റി പറയുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചർച്ചിലുള്ളവരെ കുറ്റം കണ്ടെത്താനും പാസ്റ്റർമാരെ കുറ്റം കണ്ടെത്താനും ബാക്കി ദൈവത്തിന്റെ വേല ചെയ്യുന്നവരെ കുറ്റം കണ്ടെത്താനും അങ്ങനെ പൊതുവെ കുറ്റം കണ്ടെത്താനും ഒരു മനസ്സുണ്ടാകും അല്ലെ. കുറ്റം കണ്ടെത്താനും പിറുപിറുക്കാനുള്ള മനസ്സില്ലാതിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം ഒരിക്കൽ പോലും പറയുന്നത് നമ്മളോട് നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ലെന്നോ, നമ്മുടെ ചർച്ചകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലെന്നോ, ഈ ലോകത്ത് നമ്മുടെ വർക്ക് പ്ലേസ് നമ്മുടെ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലെന്നോ ഒന്നും ഒരിക്കൽ പോലും ദൈവം പറഞ്ഞിട്ടില്ല. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ അല്ലെ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, പല പ്രശ്നങ്ങളുണ്ടാവും ലോകത്തിൽ അല്ലെ, പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നത്തെയൊക്കെ ദൈവം യേശുക്രിസ്തു തരണം ചെയ്തിരിക്കും, ഓവർകം ചെയ്തിരിക്കുകയാണ് അല്ലെ. പ്രശ്നങ്ങളുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്, പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവും, പക്ഷെ അത് നമ്മളായിട്ട് അതിനെ പിറുപിറുക്കാൻ പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ചില ആൾക്കാരുണ്ട്, ചിലർ മിക്കവാറും തന്നെ ആൾക്കാർ നമ്മളൊക്കെ പറയുന്ന അയ്യോ ഇന്ന് ഭയങ്കര വെയിലാണ് അല്ലെ, ചിലപ്പോ പറയും ഓ എന്നോ ഒരു മഴക്കാലം അല്ലെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറ്റി പറയും നിന്നെ കൊണ്ടൊക്കെ എന്നാത്തിന് കൊള്ളാം, നീയൊക്കെ ഇങ്ങനെ പഠിക്കാതെ നടക്കുന്നത്, എപ്പോഴും കുറ്റം പറയും. ഇപ്പൊ നമ്മളോട് ഈ ദൈവം ഇങ്ങനെ പറഞ്ഞപ്പോ എങ്ങനെയാ വെച്ചാൽ നമ്മൾ നിഷ്കളങ്കരായിരിക്കും, മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നവരായിരിക്കും. നമ്മളിങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ പറ്റി, നമ്മുടെ ജീവിത പങ്കാളിയെ പറ്റി, കുഞ്ഞുങ്ങളെ പറ്റി, നമ്മുടെ കുടുംബത്തിലുള്ളവരെ പറ്റിയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറ്റം പറയുമ്പോൾ അവർക്ക് എതിരായിട്ട് പിറുപിറുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരെ നമ്മൾ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇവനെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, ഇവനെ അനുസരിക്കത്തില്ല, ഇവൻ പഠിക്കത്തില്ല, ഇവളിങ്ങനെ നടക്കുവാണ്, ഒരേയും കെട്ടി നടക്കുവാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 5-6 വർഷത്തെ തോറ്റുപോയി എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ താഴ്ത്തി കെട്ടുകയോ ചെയ്യുന്നത്, അതുങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തുകയോ ചെയ്യുന്നത്
അല്ലെ? അങ്ങനെ ആയിരിക്കുന്ന വ്യക്തികളാകാതിരിക്കട്ടെ നമ്മൾ എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം സങ്കടത്തിൽ കൂടെ ഓരോ കുഞ്ഞുങ്ങൾ കടന്നു പോയിട്ട് നമുക്കറിയാം. നമ്മുടെ ടീച്ചർമാർ നമ്മളെ കുറ്റപ്പെടുത്തിയിരിക്കുമ്പോൾ, നമ്മുടെ കൂട്ടത്തിൽ നിന്നിരിക്കുന്ന വ്യക്തിയെ നമ്മളെ കുറ്റപ്പെടുത്തിയിരിക്കുമ്പോൾ, അല്ലെ? ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ ചിലപ്പോൾ സത്യമായിരിക്കാം. നമ്മൾ പഠിക്കുന്നില്ലെന്നായിരിക്കാം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? സ്കൂളിലൊക്കെ വെച്ച്, അല്ലെ? പക്ഷെ എന്തെന്നെങ്കിൽ പോലും നമ്മളെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോ എത്രമാത്രം സങ്കടത്തിൽ കൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയത്, അല്ലെ? നമ്മൾ ഭർത്താക്കന്മാര് നമ്മളെ കുറ്റപ്പെടുത്തിയപ്പോ, നമ്മുടെ ഭാര്യമാര് ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുമ്പോ, അല്ലെ? പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ എത്രമാത്രം പ്രശ്നത്തിൽ കൂടെ എത്രമാത്രം സങ്കടത്തിൽ കൂടെ അവര് കടന്നു പോകുന്നു, അല്ലെ? അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്ക്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാകാതിരിക്കാൻ നമ്മൾ എന്നാ ദൈവം പറഞ്ഞിരിക്കുക നമ്മളോട്. അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ നമുക്ക് ആകാതിരിക്കാം, കുറ്റപ്പെടുത്തുന്ന വ്യക്തികളാകാതിരിക്കാം. ദൈവത്തെ യേശുക്രിസ്തുവിനെ എന്താ പറയാ ഫോളോ ചെയ്യുന്ന വ്യക്തികളാക്കി. ഇവിടെ 15ാമത്തെ വാക്ക് പറയാ, വചനം പ്രമാണിച്ച്, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിലെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. അപ്പൊ ജീവന്റെ വചനം പ്രമാണിക്കുന്ന വ്യക്തികളാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറ്റപ്പെടുത്താതിരിക്കുക, മറ്റുള്ളവർക്ക് കംപ്ലൈന്റ് ചെയ്യാതിരിക്കുക എന്നൊക്കെ ഉള്ളത്, പറ്റി കംപ്ലൈന്റ് ചെയ്യാതിരിക്കുക, എല്ലാ കാര്യത്തെയും പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് സാധ്യമാക്കാൻ നമ്മൾ വചനം പ്രമാണിച്ച് നടക്കുമ്പോഴാണ്, അല്ലെ? നമ്മൾ വചനം പ്രമാണിച്ച് നടക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നിയ ഒരു ജീവിതമായി നമ്മൾ ജീവിക്കുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പ് നമുക്കുണ്ടാകും, അസിസ്റ്റൻസ് നമുക്കുണ്ടാകും, ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പൊ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ രീതി, ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിതം ജീവിക്കാൻ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. വചനം നമ്മുടെ ജീവിതത്തിന്റെ ബേസിസ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു, നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രം, അല്ലെ? അപ്പൊ ദൈവം നമ്മളോട് പറയുക അങ്ങനെയുള്ള വ്യക്തികളാകാതിരിക്കും എന്ന് പറയും. അപ്പൊ നമ്മള് ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തികൾ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, വചനം ചെയ്യുന്ന വ്യക്തികളായിരിക്കുക എന്നാണ്. വചനം വെറുതെ കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ടിട്ട് അടുത്ത ചെവി കൂടെ ഇറക്കി വിടാതെ വചനത്തിൽ വേരൂന്നിയവർ, വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ആയിരിക്കുക എന്ന് പറയും. അപ്പൊ കുറ്റം പറയുക എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്. കുറ്റം പറയാതിരിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ട്രെയിനിങ് തന്നെ വേണം. കുറ്റം പറയാൻ വരുമ്പോ പറയാതിരിക്കാൻ, പിറുവിറുക്കാൻ വരുമ്പോ തോന്നുമ്പോ അങ്ങനെ ചെയ്യാതിരിക്കാൻ സ്പെഷ്യൽ ആയിട്ട് ട്രെയിനിങ്ങിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ട്രെയിനിങ് എന്നല്ല, അതിന്റെ ഒരു ട്രെയിനിങ് എന്നല്ല പറയട്ടെ, അതിനൊരു അങ്ങനെ പറയാതിരിക്കാൻ ഒരു 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 എന്താ പറയാ, ഒരു ശക്തി, അല്ലെ? നമ്മള് ഇല്ല, ഞാൻ കുറ്റം ഉണ്ട്, മുമ്പിൽ കാണുന്നത് കുറ്റത്തിന്റെയാണ്, പക്ഷെ ഞാൻ കുറ്റം പറയാൻ പോകുന്നില്ല. അതൊരു തീരുമാനം, ആ തീരുമാനം എടുക്കാൻ, അത് വളരെ ശക്തമായിട്ട് തന്നെ അതിൽ ഉറച്ചു നിൽക്കാൻ വളരെ ശക്തി നമുക്ക് ആവശ്യമുണ്ട്, അല്ലെ? അപ്പൊ അതിന് ദൈവം നമുക്ക് കൃപ തരട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്തായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ വചനത്തിനായിട്ട്, അങ്ങയുടെ വഴിക്കായിട്ട് എല്ലാം നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഞങ്ങൾ കുറ്റവും പിറുവിറുപ്പും ഇല്ലാത്ത, കർത്താവ് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വഴക്കോ അടിയോ ഉണ്ടാക്കാത്ത വ്യക്തികളായിട്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തടന്ന് അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിനാമേ. അങ്ങയുടെ നാമത്തിന് എന്നും മഹത്വം കൊണ്ടിരുന്ന തരത്തിലുള്ള വ്യക്തികളായിരിക്കട്ടെ, കുറ്റപ്പെടുത്തുന്ന വ്യക്തികളാകാതിരിക്കട്ടെ. യേശുവിൻ നാമത്തിനാമേ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം.